നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഈസ് ഇറ്റ് ഹാപ്പനിങ് ഓർ ഈസ് ഇറ്റ് നോട്ട്? ഇതാണ് ചോദ്യം. കുറേ നാളുകളായിട്ട് പലരും പറയുന്നു ഹാർദിക് പാണ്ഡ്യ ഇതാ ചെന്നൈയിലേക്ക് എത്തി, ഹാർദിക് പാണ്ഡ്യ ഇതാ KKRലേക്ക് എത്തി. അടിച്ചു വിടാൻ പലരും ഉണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥ വസ്തുത? നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകൾ മാത്രമാണല്ലോ എടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ക്രിക്ബസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് എടുക്കുകയാണ്. ട്രേഡ് ലിങ്ക്സ്, ഹാർദിക് പാണ്ഡ്യ ട്രേഡ് ലിങ്ക്സ് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു ഹാർദിക് പാണ്ഡ്യ ട്രേഡ് റൂമർ ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. അതിൽ KKR, CSK ഇങ്ങനെയുള്ള ഫ്രാഞ്ചൈസികൾ താരത്തിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് റൂമറുകളിലൊക്കെ പറയുന്നത്. LSGയും RRഉം അതിൽ ലിങ്ക് ചെയ്തായിട്ട് പറയുന്നു. ബട്ട് ദീസ് ആർ ജസ്റ്റ് റൂമേഴ്സ് ഫോർ നൗ. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അത് വെറും റൂമർ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നും നടന്നിട്ടില്ല. ദീസ് ആർ ജസ്റ്റ് റൂമേഴ്സ് ഫോർ നൗ. ഇനി മറ്റു വസ്തുതകൾ കൂടി നോക്കുകയാണ്. ഇനി എന്താണ് യഥാർത്ഥ സിറ്റുവേഷൻ? MI ഇതുവരെ ഹാർദിക് പാണ്ഡ്യയെ ട്രേഡിന് വിടാൻ തീരുമാനിച്ചിട്ടില്ല. MI ആർ യെറ്റ് ടു ഡിസൈഡ് ഇഫ് പാണ്ഡ്യ വിൽ ബി അവൈലബിൾ ഫോർ ട്രേഡ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയിട്ടില്ല. മേ ബി അദ്ദേഹത്തെ ട്രേഡ് ചെയ്യാതെയും ഇരിക്കാം. ഹി മെ നോട്ട് ബി ട്രേഡഡ് അറ്റ് ഓൾ എന്നുകൂടി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. അതായത് സം ഫ്രാഞ്ചൈസീസ് ഓൾറെഡി ഈ കാര്യത്തിൽ ചില കോളുകളും അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യലും ഒക്കെ നടത്തിയിട്ടുണ്ട്. ബട്ട് ടോക്സ് ആർ സ്റ്റിൽ അറ്റ് അൻ ഏർലി സ്റ്റേജ്. വളരെ പ്രാഥമികമായ ഘട്ടത്തിൽ മാത്രമാണ് ആ ടോക്കുകളൊക്കെ എത്തിയിട്ടുള്ളല്ലാതെ ഒരു തരത്തിലും ഈ ട്രേഡ് കംപ്ലീറ്റ് ആവുന്ന തരത്തിലേക്ക് അത് പുരോഗമിച്ചിട്ടില്ല. മേ ബി അദ്ദേഹത്തെ വിൽക്കാതെയും ഇരിക്കാം. അതാണ് സിറ്റുവേഷൻ. വിൽക്കില്ല എന്നല്ല, വിൽക്കാതെയും ഇരിക്കാം. അപ്പോൾ ഉറപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ട്രേഡ് ചെയ്യുമെന്നുള്ളത്. ഇനി സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയായിട്ട് ക്രിക്ബസ് കാണുന്നത് MI ഒരു പക്ഷേ ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ സ്വാപ്പ് ഡീൽ DCയുമായിട്ട് നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് അവരുടെ സ്പിൻ ബൗളിംഗ് റിസോഴ്സസ് ശക്തിപ്പെടുത്തണമെന്നുണ്ട്. അതുപോലെ തന്നെ അക്സറിൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റിയും അറിയാമല്ലോ. അത് ഉപയോഗിച്ചൊരു സ്വാപ്പ് ഡീലിനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. KKR വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മാർക്കി പ്ലെയറെ കൊടുത്തുകൊണ്ട് എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാമറൂൺ ഗ്രീൻ്റെ കാര്യം, കാമറൂൺ ഗ്രീനെ കൊടുത്തിട്ട് പകരം ഹാർദിക് പാണ്ഡ്യയെ എടുക്കും എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ കാമറൂൺ ഗ്രീന് അടുത്ത സീസൺ കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. കാരണം ആഷസിന് ശേഷം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉണ്ട് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പാണ്ഡ്യ ഫോർ യശസ്വി ജയ്സ്വാൾ, RRൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള റൂമറുകൾ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിക്കോളാസ് പൂരൻ ഫ്രം LSG ഈസ് അനദർ ഓപ്ഷൻ. ഇതാണ് MIക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. CSKയുടെ കാര്യത്തിൽ അവരത്ര സീരിയസ്ലി ഹാർദിക് പാണ്ഡ്യയെ കൺസിഡർ ചെയ്തിട്ടില്ല. എന്തായാലും ഹാർദിക് പാണ്ഡ്യ എത്തിക്കണോ വേണ്ടയോ, അത്തരത്തിലുള്ള നീക്കം CSK നടത്തണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക അവരുടെ പുതിയ കോച്ചായിരിക്കും. അത് മിക്കവാറും ഹു ഈസ് ലൈക്ലി ടു ബി ആൻ ഓവർസീസ് എക്സ്പേർട്ട്, ഒരു വിദേശിയായിരിക്കും അവരുടെ കോച്ച് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ കോച്ച് വന്നിട്ട് അതിനുശേഷം മാത്രമാണ് അത്തരത്തിലൊരു നീക്കമുണ്ടെങ്കിൽ നടത്തുകയുള്ളൂ. മീൻവൈൽ പാണ്ഡ്യ ഇപ്പോൾ ബംഗളൂരുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റെഗുലറായിട്ട് COEയിൽ ട്രെയിനിങ് നടത്തുന്നു. ഏതായാലും അദ്ദേഹം ഫുൾ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുകൂടി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വസ്തുത. പല ഫ്രാഞ്ചൈസികൾക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ വിൽക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വിൽക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. ഒരു ട്രേഡ് ലിങ്കും അത് ഡെവലപ്പായിട്ട് ട്രേഡിന് തൊട്ടരികിലേക്ക് എത്തിയിട്ടുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.